ഒന്നേന്ന് തുടങ്ങുകയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശൻ. കഴിഞ്ഞ 10 വർഷം കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അതിൽ ഇക്കഴിഞ്ഞ 5 വർഷവും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനായിരുന്നു. ഇന്നിപ്പോൾ മൂന്നാമൂഴം കിട്ടിയില്ലെങ്കിൽ ജയിലറ മാത്രമാണ് തനിക്ക് മുൻപിലുള്ളതെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ LDF എന്ന മുന്നണിയിലും CPM എന്ന പാർട്ടിയിലും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അവിടെ കുറെ മാധ്യമങ്ങളെ തനിക്ക് ഒത്താശ പിടിക്കാൻ വേണ്ടി പിണറായിയും ശിങ്കിടി പട്ടാളവും ഇറക്കുകയാണ്. എന്നാൽ അവിടെ കുത്തിത്തിരിപ്പൻ ചോദ്യങ്ങളുമായി തന്റെ വഴിക്ക് വരണ്ട, ഞാനൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ്. CPM-നോടും LDF-നോടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നോട് ചോദിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് കൈരളിയെ പറപ്പിക്കുകയാണ് വി.ഡി. സതീശൻ. ഹൈബിയുടെ അടക്കമുള്ള നേതാക്കന്മാരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടാണ് വി.ഡി. തിരിച്ചടിക്കുന്നത്. ആ രംഗങ്ങളൊന്ന് കാണാം. ഒന്നുമില്ലാന്നിട്ട് ചോദിക്കാണേ, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കാണ്. മേലാറ്റൂര്, ഏത് മേലാറ്റൂര്? ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ, അത് ആ മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി കൈരളിക്കാരൻ ചോദിക്കുകയാണ്. മേലാറ്റൂര് മണ്ഡലത്തിലെ 8ാം വാർഡ് ഏതാണെന്ന്. അല്ല, എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ. അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കുക. അപ്പോൾ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. അല്ല, മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. ഒന്നുമില്ല എന്നിട്ട് ചോദിക്കുകയാണേ, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുകയാണ്. മേലാറ്റൂര്, ഏത് മേലാറ്റൂര്? അത് പോയി അന്വേഷിക്കുക, വണ്ടി എടുത്ത് പോയി. ഇല്ലേ, അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട്, കൈരളി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിലത്തെ മണ്ഡലത്തിൽ എന്തായെന്ന് ചോദിക്കുക. എന്നോട്, എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂർ മണ്ഡലം. എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. വേറെ എന്തെങ്കിലും ചോദ്യമാണോ ചോദിക്കും? കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം നേടും. ഉജ്ജ്വല വിജയം. ഞങ്ങളുടെ ടാർഗറ്റ് 3-ൽ 2 സീറ്റുകളും പിടിക്കാനുള്ള ടാർഗറ്റാണ് ഞങ്ങൾ ചെയ്യണം. ആടാ, ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ? ഏത് ഗ്രൂപ്പ്? കോൺഗ്രസിലൊന്നും ഗ്രൂപ്പും ഇല്ല, എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. ഒരു ഗ്രൂപ്പും ഇല്ല. ഒന്നാമത്തെ ഈ ചാർജുള്ള ഒരാൾ ഞാനാണ്. ഈ കൊച്ചി കോർപ്പറേഷൻ്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ നമുക്കവിടെ നിന്ന് കിട്ടിയാൽ അല്ലെ ചോദിച്ചാണ്, എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഞങ്ങൾ സീറ്റ് വിഭജനം UDF-ലെ ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാർ അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 പേരാണ് എൻ്റെ ഇടതും വലതും ഇരിക്കുന്നത്. അവർക്ക് പോലും അറിയാൻ പാടില്ല. ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിലുണ്ടായില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ്. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ അല്ല, അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കാരണം ബ്രഹ്മപുരം പ്ലാന്റിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അതിൻ്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ്. അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം, 5 വർഷത്തെ ഭരണകൂടം. കോടിക്കണക്കിന് പരിഹാരം ആയില്ലല്ലോ. കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത്. അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. പിന്നെ 2, ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം UDF ഇവിടെ ഭരിക്കുമ്പോൾ, ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചിലവാക്കിയത്. ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ്. ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ 1 രൂപ ചിലവാക്കിയിട്ടില്ല. 2015 കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ 20 നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ 5ാം സ്ഥാനം കൊച്ചിക്കായിരുന്നു. അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസൻറ്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിലെ 5ാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന 2000 കോടി രൂപയുടെ പരിപാടിയാണ്. 2000 കോടി രൂപയുടെ പരിപാടി. പിന്നെ അവർ കെട്ടിടം പണിതെന്ന് പറഞ്ഞു. ആ കെട്ടിടത്തിൻ്റെ സ്ഥലം കേവലം 1 സെൻറ്റിന് മറൈൻ ഡ്രൈവിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. 1.5 ഏക്കർ സ്ഥലം കൊടുത്തു ആണല്ലോ. പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് 250% എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഞങ്ങളാണ് അതിൻ്റെ പുറകിലെല്ലാം ഉണ്ടായത്. ഇവരൊന്നും ചെയ്യാത്ത. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെൻറ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു. ഇവിടെ ഒരു ചെറിയ മഴ പെയ്താൽ ഇപ്പോഴും വെള്ളത്തിലാണ്. എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള 1ാമത്തെ നഗരമായി ഇത് മാറി. ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ്. ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ
അതിൽ ഒരു അഭിനന്ദനം ഉണ്ടായാലും ഒരു മഴ പെയ്താൽ നോക്കി നിങ്ങൾ MG റോഡിലടക്കം വെള്ളക്കെട്ടാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. നല്ല കൃത്യമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നടത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ഡിവിഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കി. നേരത്തെ എല്ലായിടത്തും നന്നായി വോട്ടർപട്ടികയിൽ പേര് ചേർത്തു. എല്ലാ സ്ഥലത്തും കുടുംബസംഗമങ്ങൾ നടത്തി. എല്ലാ സ്ഥലത്തും ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി. ഒരു റൗണ്ട് വർക്ക് കഴിച്ചിരിക്കുക നന്നായിട്ട്. സാഹചര്യം മാറും. സാഹചര്യം മാറിയല്ലോ. നിങ്ങൾ എല്ലാ സാഹചര്യവും കഴിഞ്ഞ പ്രാവശ്യം മാറി. കാരണം എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും നമുക്ക് വലിയ മാറ്റം ഉണ്ടായി. ഈ ലോക്കൽ ബോഡികളിലേക്ക് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും മേൽക്കൈ UDFനായിരുന്നു. 15, 20, 30 സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ 6-7 ഘട്ടത്തിൽ നടന്നു. എല്ലാ ഘട്ടത്തിലും ഉപതെരഞ്ഞെടുപ്പുകളിലെ മുൻതൂക്കം കോട്ടയം ജില്ലയിലടക്കം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ UDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാര്യം ഞങ്ങളോട് പറയണ്ടല്ലോ. എല്ലായിടത്തും മേൽക്കൈ UDFനായിരുന്നു കഴിഞ്ഞ 4 വർഷം. ഞങ്ങൾ ഗൗരവമായി അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച, ഞാൻ ഏത് പാർട്ടിയാണെന്ന് പറയുന്നില്ല, വിവിധ പാർട്ടികൾ, വിവിധ മുന്നണികളിലുള്ള വിവിധ പാർട്ടികൾ UDFനെ സമീപിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ UDF പൊതുവായ ഒരു തീരുമാനം പെട്ടെന്നെടുത്ത് പ്രഖ്യാപിക്കും. അതവിടെ എങ്ങനെ ആരാണ്ടത് കൂടെ വന്ന രണ്ടുപേരും തമ്മിൽ വേറെ ഏതോ തർക്കം ഉണ്ടായതാ. സ്ഥാനാർത്ഥി തീരുമാനിച്ചില്ലല്ലോ. ഇതിന് അത് തർക്കം ഉണ്ടാവുന്നത് അതെന്തോ DCC ഓഫീസിന്റെ പുറത്ത് ആരോ തമ്മിൽ വഴക്കിട്ടതിന് ഞാൻ മറുപടി പറയണെന്തിന് എന്നോട് ചോദിക്കണെന്തിനാ ചോദ്യം? ഒരു പരാതിയില്ല. കോഴിക്കോട് ജില്ലയിലൊക്കെ നല്ല രീതിയിൽ UDF ഘടകകക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജനം ഭംഗിയായി നടക്കുന്നു. ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അത് മുഴുവനായിട്ട് പൂർത്തിയാവും. ഒരു വശത്ത് സീറ്റ് വിഭജനം ബാധകമല്ലാത്ത സീറ്റുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും പ്രധാനപ്പെട്ട മറ്റ് ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നാളെയും മറ്റന്നാളൊക്കെ ഈ 10 ദിവസം കൂടി കഴിഞ്ഞിട്ടുള്ളൂ നോമിനേഷൻ കൊടുക്കേണ്ടത്. ലാസ്റ്റ് ഡേറ്റ്. ഇത്രയും സീറ്റുകൾ ഏത് കാലത്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഇവിടുത്തെ ഞാൻ എറണാകുളം DCC ഓഫീസിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. എത്ര പഞ്ചായത്തുകളിലെന്നറിയാമോ ഇവിടെ കൊണ്ടു തന്നിരിക്കുകയാണ്. തീർന്നു. എന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ എന്റെ ആദ്യ അനുഭവമാണ് UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത്. ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിലൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല. തീർന്നു മുഴുവൻ. ഞാൻ ഇടപെടേണ്ടി വന്നിട്ടില്ല. തീർന്നു. നാളെ രാവിലെ ഇവിടെ DCC പ്രസിഡന്റിനെ കാണാൻ വേണ്ടി വരാൻ വേണ്ടിയോ. സീറ്റ് വിഭജനം 2 ആഴ്ച മുമ്പ് തീർന്ന്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തീർന്നു. നാളെ അവരെല്ലാം പ്രിന്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിയോജകമണ്ഡലം മുഴുവൻ. അങ്ങനെ എത്ര നിയോജകമണ്ഡലം ഉണ്ടെന്നറിയാം? ഞാൻ പറഞ്ഞ വിസ്മയമാണ്. അത്ര ആവേശത്തിലാണ് പ്രവർത്തകർ. അല്ലെങ്കിൽ ഓരോ സീറ്റിനും വേണ്ടി കടിവീൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. വളരെ അപൂർവം സീറ്റുകളിൽ ചിലപ്പോൾ 2, 3, 4 ആളുകൾ വളരെ ഇതായിട്ടുള്ള ആളുകൾ വരും, അർഹതയുള്ള ആളുകൾ. അപ്പൊ നമ്മൾ ലീഡർഷിപ്പ് ഇടപെട്ട് നമ്മൾ നോക്കി അതിന്റെ ചില സോഷ്യൽ ബാലൻസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്യും. ഒറ്റപ്പെട്ട വല്ല കാര്യങ്ങൾ അങ്ങനത്തെ ഒരു സീറ്റിലും കേരളത്തിൽ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റ് സീറ്റും നടക്കൂല. ഒരു സ്ഥലത്തുമില്ല. എല്ലാം രാഷ്ട്രീയമായി തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളാണ്. അല്ലാതെ നടക്കും. വേറെ അല്ല. അല്ല, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വേറെ മറ്റ് നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളും പറഞ്ഞാൽ അവരും പറഞ്ഞല്ലോ. വേറെ നീക്കുപോക്കുകളൊന്നുമില്ല. ഞങ്ങളുമില്ല. അവര് ഞങ്ങളുടെ മുന്നണിയിലെ കക്ഷിയല്ല. ഞങ്ങളുടെ മുന്നണിയിലെ പ്രത്യക്ഷമായോ പരോക്ഷമായോ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കക്ഷിയല്ല. അതിന് CPMന് എന്താ അസുഖം? 3 പതിറ്റാണ്ട് കാലം വെൽഫെയർ പാർട്ടിയല്ല, അവരുടെ പഴയ രൂപമായ ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തതല്ലേ CPMന്? പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പോകാൻ ഒരു മടിയുണ്ടായില്ലല്ലോ.
അന്നെന്താ വർഗീയവാദം ഉണ്ടായില്ലേ? ചുമ്മാ ഇതൊക്കെ CPM-ന്റെ അവസരവാദമാണ്. CPM-ന്റെ അവസരവാദം ഇതല്ല, മനസ്സിലായില്ലേ? അല്ല, CPM-ന്റെ അഭിപ്രായം എന്തായിരുന്നു? നിങ്ങൾ അവിടെ നിന്ന് വരുന്ന ആളാണല്ലോ. CPM-ന്റെ അഭിപ്രായം എന്താ? അത് പറ. CPM-ന്റെ അഭിപ്രായം പറ. CPM 30 കൊല്ലക്കാലം അവരുടെ കൂടെ ആയിരുന്നു. അവര് ഞങ്ങൾക്ക് പിന്തുണ തന്നിട്ടുണ്ട്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. കൂടുതൽ ചർച്ച ചെയ്തില്ല. അല്ല, തെരഞ്ഞെടുപ്പല്ലേ, നമ്മളെ അഗ്രസീവ് ക്യാമ്പയിൻ. പിന്നെ ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു പുതിയ മാതൃകാപരമായിട്ടുള്ളൊരു ഡിജിറ്റൽ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അതൊക്കെ ഉപയോഗിക്കണ്ടേ? ഒരു സമുദായവും സർക്കാരിന് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ല. ആരും സംസാരിക്കുന്നത്? അല്ലല്ല, അദ്ദേഹത്തിന്റെ ഏതൊക്കെ നിലപാട് ഓരോ സമയത്ത് ഓരോ അങ്ങനെ ഇവിടുത്തെ കേരളത്തിലെ ഒരു സമുദായ നേതാക്കളും സർക്കാരിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ല. ആരും എടുത്തിട്ടില്ല. അവർക്കൊക്കെ അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും പറയാനും ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷെ ആരും പറഞ്ഞിട്ടില്ല. എല്ലാ മനുഷ്യരും കേരളത്തിൽ ഇതൊന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇതെങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുക. ഇനി അങ്ങനെ സർക്കാർ അനുകൂലമായിട്ട് ഏതെങ്കിലും സമുദായ നേതാക്കൾ പറഞ്ഞാൽ സമുദായത്തിലുള്ളവർ അവർക്കെതിരാവും, അല്ലാതെ വേറൊന്നും സംഭവിക്കില്ല. ഈ സർക്കാർ അനുകൂലമായിട്ട് പറഞ്ഞ് ആരും അബദ്ധത്തിച്ചൊന്നും ചാടില്ല. അത്രയൊക്കെയുള്ള സാമാന്യ യുക്തി സമുദായ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കുണ്ട്. വെറുതെ അവരെതിരാവാൻ നോക്കില്ല. മനസ്സിലായി? അതിനെന്താ, അതൊക്കെ മാറി മാറി വരണ്ടേ. ഞങ്ങൾക്കൊരു വനിതാ മേയർ ഉണ്ടായിരുന്നല്ലോ ഇവിടെ 5 കൊല്ലക്കാലം. ഇനി 5 വർഷം ഇവിടെ ആയിരുന്നു. ഇനി 5 വർഷം അടുത്തത് വനിതാ മേയർ വരട്ടെ. അതിനെന്താ, സ്ത്രീകൾ നല്ല ഒരുപാട് കാര്യങ്ങൾ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ചില സ്ഥലത്ത് പുരുഷന്മാരെക്കാൾ നന്നായി ചെയ്തവരുണ്ടല്ലോ ഇഷ്ടം പോലെ. അവർ വരട്ടെ. ഞങ്ങൾ പല സ്ഥലത്തും ഈ 50% റിസർവേഷൻ കഴിഞ്ഞിട്ട് 55-60 ഒക്കെ കൊടുക്കുകയാണ്. ജനറൽ സീറ്റ് വരെ സ്ത്രീകൾക്ക് കൊടുക്കുകയാണ് പല സ്ഥലത്തും. കാരണം അവർ കേപ്പബിൾ ആയിരുന്നു പല സ്ഥലത്തും. അപ്പോൾ ചിലപ്പോൾ അവർ തന്നെ നിന്നാൽ ജയിക്കും. അവരാണ് ജയിക്കാൻ കൂടുതൽ സാധ്യതയെങ്കിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കുക. അപ്പൊ 50% സംവരണം കഴിഞ്ഞ് ഞങ്ങളുടെ പല സ്ഥലത്തും നോക്കി 60%. എന്റെ പറവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് 60. അല്ല, അതൊക്കെ ജനറൽ സീറ്റിൽ സ്ത്രീകൾ മത്സരിക്കുന്ന ആ സാധ്യതകളെല്ലാം ഒത്തുവന്ന് അവർക്ക് കൊടുക്കും. പാർട്ടി അതിന് ഒരു ജനറൽ സീറ്റിൽ സ്ത്രീകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം കോൺഗ്രസിനില്ല. നന്നായി വർക്ക് ചെയ്യുന്ന ചില ആളുകളുടെയൊക്കെ പേരുകൾ അവരുടെയൊക്കെ വാർഡുകളിൽ ജനറലായപ്പോൾ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ പരിശോധിച്ച് കൊടുക്കും. അതിന് യാതൊരു തടസ്സവുമില്ല. പാർട്ടി ഇറക്കിയിരിക്കുന്ന ഒരു നിർദ്ദേശത്തിലോ സർക്കുലറിലോ ഒന്നും ഒരു ജനറൽ സീറ്റ് ഒരു സ്ത്രീക്ക് കൊടുക്കരുത് പറഞ്ഞിട്ടേ ഇല്ല, പറയുകയില്ല കോൺഗ്രസ്. അങ്ങനെ പറയില്ല കോൺഗ്രസ്. അല്ല, അത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് റിസൾട്ട് ഉണ്ടാവും, അത് പറയും. നമുക്ക് അങ്ങനെ ആരോടെങ്കിലും വിരോധമുള്ള ആള്, പ്രത്യേകിച്ച് ഞാൻ അറിയാൻ പാടില്ല. അല്ലല്ലോ, അവര് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ചു. അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂര് ഞങ്ങളെ പിന്തുണച്ചു. അപ്പൊ ഞങ്ങൾ പിന്തുണച്ചപ്പോ ഞങ്ങൾ സ്വീകരിച്ചു. ഇപ്പോ അവര് പിന്തുണച്ച് ഞങ്ങൾ സ്വീകരിക്കും. അവർ ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട്, അത് സ്വീകരിക്കും ഞങ്ങൾ. അത് നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ്. പക്ഷെ അവര് മുന്നണിയുടെ ഭാഗമല്ല, മുന്നണിയിലെ ഘടകകക്ഷിയല്ല, ഒന്നുമല്ല. ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ. അത് ആ മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കും. വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി കൈരളിക്കാരൻ ചോദിക്കുകയാണ്. മേലാറ്റൂര് മണ്ഡലത്തിലെ 8ാം വാർഡ് ഏതാന്ന്. അല്ല, എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ. അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂര് പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കുക. അപ്പൊ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു തരും. ഒന്നുമില്ല എന്നിട്ട് ചോദിക്കാനേ, കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുകയാണ്. മേലാറ്റൂര്, ഏത് മേലാറ്റൂര്? അത് പോയി അന്വേഷിക്കുക. വണ്ടി എടുത്ത് പോയി, ഇല്ലേ അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട്, കൈരളി റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിലത്തെ മണ്ഡലത്തിൽ എന്തായെന്ന് ചോദിക്കുക. എന്നോട്, എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം. ഓ, എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കും. കൊച്ചി നഗരസഭ ഉജ്ജ്വല വിജയം നേടും. ഉജ്ജ്വല വിജയം. ഞങ്ങളുടെ ടാർഗറ്റ്
മൂന്നിൽ 2 സീറ്റുകളും പിടിക്കാനുള്ള ടാർഗറ്റാണ് ഞങ്ങൾ ചെയ്യണം. ആടാ ഇത് എവിടെ നിന്ന് കിട്ടിയതാണോ ഇത്? ഏത് ഗ്രൂപ്പ്? കോൺഗ്രസിലൊന്നും ഗ്രൂപ്പുമില്ല, എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പുമില്ല. ഒന്നാമത്തെ ഈ ചാർജുള്ള ഒരാൾ ഞാനാണ്. ഈ കൊച്ചിൻ കോർപ്പറേഷന്റെ ചാർജ് എനിക്കാണ് നേതൃത്വം തന്നിരിക്കുന്നത്. ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഈ ആർക്കൊക്കെയാണ് ഇതുവരെ കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്കവിടെ നിന്ന് കിട്ടിയാവുന്നത് അല്ലെ ചോദിച്ചാണ്, എനിക്കറിയില്ല. കാരണം വെച്ചാൽ അതിന്റെ ഒരു ഞങ്ങള് സീറ്റ് വിഭജനം UDF ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ് ഞങ്ങളുടെ നേതാക്കന്മാര് അതിലിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 പേരാണ് എന്റെ ഇടതും വലതും ഇരിക്കുന്നത്. അവർക്ക് പോലും അറിയാൻ പാടില്ല. ആ ചർച്ചയിൽ ഞാൻ ചർച്ചയിലുണ്ടായില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത് ഇവർക്ക് പോലും അറിയില്ലാത്ത കാര്യമാണ്. വേറെ വല്ല ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. അല്ല അതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കൊച്ചിയിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറയും. കാരണം ബ്രഹ്മപുരം പ്ലാന്റിന്റെ ഒരു ഓർമ്മയുണ്ട്. അതിന്റെ കരാറെടുത്തവരെ രക്ഷിക്കാൻ കോടികളുടെ അഴിമതി നടത്തി ബ്രഹ്മപുരത്തെ മാലിന്യ പ്ലാന്റിന് തീ കൊടുത്തവരാണ്. അതിന് കൂട്ടുനിന്നവരാണ് ഈ ഭരണകൂടം, 5 വർഷത്തെ ഭരണകൂടം. കോടിക്കണക്കിന് അല്ല കോടിക്കണക്കിന് പരിഹാരം ആയില്ലല്ലോ, കോടിക്കണക്കിന് രൂപയുടെ കള്ളക്കച്ചവടം നടത്തിയ കമ്പനിക്ക് അത് കത്തിക്കാൻ അവസരം കൊടുത്ത ആളുകളാണ് ഇവരുള്ളത്. അത് ഞങ്ങൾ പുറത്തുകൊണ്ടുവരും. പിന്നെ 2, ഇവിടെ നടന്ന എല്ലാ വികസന പദ്ധതികളും നടന്നു എന്ന് പറയുന്ന എല്ലാം UDF ഇവിടെ ഭരിക്കുമ്പോൾ, ഇവിടെ കൊച്ചി ഭരിക്കുമ്പോൾ ഞങ്ങൾ കേന്ദ്രത്തിൽ സംസ്ഥാന സർക്കാർ വഴി സമ്മർദ്ദം ചെലുത്തി സ്മാർട്ട് സിറ്റി പ്രോഗ്രാമിലൂടെ വാങ്ങിച്ച തുകയാണ് ഇവിടെ ചെലവാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കൊണ്ടുവന്ന പൈസയാണ്. ഞങ്ങളുടെ ഭരണം കൊണ്ടുവന്ന പൈസ അല്ലാതെ ഇവിടെ 1 രൂപ ചെലവാക്കിയിട്ടില്ല. 2015 കൊണ്ടുവന്നതാണ്. ഇന്ത്യയിലെ 20 നഗരങ്ങൾക്ക് കൊടുത്തപ്പോൾ 5ാം സ്ഥാനം കൊച്ചിക്കായിരുന്നു. അത് ഗംഭീരമായിട്ട് ഞങ്ങളുടെ അന്നത്തെ ഭരണം നല്ല പ്രസന്റേഷൻ നടത്തി കൊച്ചിയുടെ ആവശ്യങ്ങൾ വെച്ച് ഇന്ത്യയിൽ 5ാമത്തെ സ്ഥാനം മേടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന 2000 കോടി രൂപയുടെ പരിപാടിയാണ്. 2000 കോടി രൂപയുടെ പരിപാടി. പിന്നെ അവര് കെട്ടിടം പണിതെന്ന് പറഞ്ഞു. ആ കെട്ടിടത്തിന്റെ സ്ഥലം കേവലം 1 സെന്റിന് മറൈൻ ഡ്രൈവിൽ 1.25 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. 1.5 ഏക്കർ സ്ഥലം കൊടുത്ത് ആണല്ലോ. പിന്നെ അവിടെ അവർക്ക് കെട്ടിടം പണിയാൻ പറ്റാതെ വന്ന സമയത്ത് 250% എക്സസ് കൊടുത്ത് ക്യാബിനറ്റ് തീരുമാനിച്ചത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരാണ്. ഞങ്ങളാണ് അതിന്റെ പുറകിൽ എല്ലാം ഉണ്ടായത്. ഇവരൊന്നും ചെയ്യാത്ത. ഇപ്പൊ തിരുവനന്തപുരത്ത് ഓപ്പറേഷൻ അനന്ത കൊണ്ടുവന്ന് നമ്മുടെ ഗവൺമെന്റ് കാലത്ത് വെള്ളക്കെട്ട് നിയന്ത്രിച്ചു. ഇവിടെ ഒരു ചെറിയ മഴ പെയ്ത ഇപ്പോഴും വെള്ളത്തിലാണ്. എവിടെ പോയി ഇവരുടെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ? ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊതുകുള്ള 1ാമത്തെ നഗരമായി ഇത് മാറി. ഏറ്റവും കൂടുതൽ തെരുവ് പട്ടികളുള്ള സ്ഥലം കൊച്ചിയാണ്. ഇവർ ഒരു വികസന പ്രവർത്തനവും ഒരു പദ്ധതിയും ഇവർക്കില്ല. ഞങ്ങൾക്ക് ജനങ്ങളെ ഒരു അഭിനന്ദനം ഉണ്ടായാലേ ഒരു മഴ പെയ്താൽ നോക്കി നിങ്ങൾ MG റോഡിലടക്കം വെള്ളക്കെട്ടാണ്. നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ കഴിഞ്ഞ ആഴ്ച. ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ, സ്മാർട്ട് സിറ്റി രാജീവ് ആവാസ് യോജന പദ്ധതിയാണ്. രാജീവ് ആവാസ് യോജന UPA സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ സ്മാർട്ട് സിറ്റിയിൽ നിന്ന് 25 കോടി രൂപ കൊടുത്തിട്ട് പൂർത്തീകരിച്ച പദ്ധതി. ആ പദ്ധതി ആ പണം കൊണ്ടുവന്ന് ഞങ്ങളാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ കൊണ്ടുവന്ന പണമാണ്. ആ പണം കൊണ്ടുവന്ന് ആ പണം 2015 കൊണ്ടുവന്ന് അതിന് ഉമ്മൻചാണ്ടി സർക്കാരും ഈ UPA സർക്കാരും എല്ലാം നന്നായി ഏത് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ നടത്തുന്നത്. നിങ്ങൾ നോക്കിക്കോ, എല്ലാം സ്മാർട്ട് സിറ്റിയുടെ പൈസ അല്ലെന്ന്, അല്ലാതെ ഏത് പൈസ ഉള്ളത്? അല്ലാതെ നടക്കുന്ന റൊട്ടീൻ വർക്ക്. അതൊക്കെ ഞങ്ങൾ നല്ല ക്യാമ്പയിൻ ഉണ്ട്, നല്ല ക്യാമ്പയിൻ മെറ്റീരിയൽസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നന്നായി ഞങ്ങൾ അഗ്രസീവ് ക്യാമ്പയിനാണ് നടത്തുന്നത്. വേറെ വല്ലതും ഉണ്ടോ? വേറെ പ്രത്യേകിച്ചുണ്ട്. ഒരു ഏരിയ സെക്രട്ടറി UDF ചേർന്നിട്ടുണ്ട്, CPM-ന്റെ. അത് അറിഞ്ഞായിരുന്നു. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ നേതാവ് തൃപ്പൂണിത്തുറയിൽ നിന്നും ചേർന്നിട്ടുണ്ട്, ചന്ദ്രൻ. പഴയ ഏരിയ സെക്രട്ടറി CPM-ന്റെ KG ആന്റണി UDF ചേർന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് അന്വേഷിക്കും. ഒന്നല്ലോ